സാംസങ് അവരുടെ പുതിയ സീരീസായ S24ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗാലക്സി AI സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ S23, S22 തുടങ്ങിയ സീരീസുകളിലും അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട AI ഫീച്ചറുകൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. S22, S23 തുടങ്ങിയ സീരീസിലുള്ള ഫോണുകളിൽ ഈ ഫീച്ചറുകൾ ലഭ്യമാകണമെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ 1 UI 6.1 ആയിട്ട് അപ്ഗ്രേഡ് ആകേണ്ടതുണ്ട്. സെറ്റിംഗ്സിലുള്ള എബൌട്ട് ഫോൺ സെക്ഷനിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ പറ്റും. ഇവിടെ 1 UI വേർഷൻ 6.1ലും താഴെയാണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സെക്ഷനിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോണിലെ AI ഫീച്ചറുകൾ ഓഫ് ആണെങ്കിൽ ഇത് ഓൺ ആക്കുവാനായി സെറ്റിംഗ്സിലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചർ സെക്ഷനിൽ വന്നിട്ട് അഡ്വാൻസ്ഡ് ഇൻ്റലിജൻസ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെയുള്ള ഈ ഓപ്ഷനുകൾ ഓരോന്നായി ഓപ്പൺ ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക. AI ഫീച്ചറിൻ്റെ ഈ മിക്കവാറും ഓപ്ഷനുകളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമാണ്. ഓഫ്ലൈനിൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഇനി നമുക്ക് ഈ ഓരോ AI ഫീച്ചറുകളും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് സർക്കിൾ ടു സെർച്ച് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്ന എന്ത് ഒബ്ജക്റ്റിനെ കുറിച്ചും സെർച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇപ്പോൾ ഇതിൻ്റെ സെർച്ച് റിസൾട്ട് താഴെയായിട്ട് വരുന്നതായിരിക്കും. ഈ സെർച്ച് റിസൾട്ടിൽ ആമസോണും അതുപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും പർച്ചേസ് ലിങ്ക് കാണും. ഇവിടെ നിന്ന് നമുക്ക് ഈ സാധനം ഡയറക്റ്റ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ലൈവ് ട്രാൻസ്ലേറ്റ് ഓപ്ഷനാണ്. കോൾ ആപ്പിൻ്റെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ലൈവ് ട്രാൻസ്ലേറ്റ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മറ്റൊരു ലാംഗ്വേജിൽ നിന്ന് നമുക്ക് വരുന്ന കോളുകൾ ലൈവായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ ലാംഗ്വേജുകളിലുള്ള കോളുകൾ മാത്രമേ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ലാംഗ്വേജിൽ ഹിന്ദി മാത്രമേ നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന വോയിസ് ഫീമെയിലോ മെയിലോ ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് സെറ്റ് ചെയ്യുവാൻ ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വോയിസിൻ്റെ സ്പീഡും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. This is what it sounds like when you're translating a call. This is what it sounds like. This is what it sounds like when you're translating a call. जब आप किसी कॉल का अनुवाद कर रहे हो. ഈ ഒരു ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കോൾ വരികയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ കോൾ ആപ്പിൽ കോൾ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ബട്ടൺ കൂടി വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നതായിരിക്കും. അടുത്തതായിട്ട് ചാറ്റ് അസിസ്റ്റ്, ചാറ്റ് ട്രാൻസ്ലേഷൻ, റൈറ്റിംഗ് സ്റ്റൈല്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ തുടങ്ങി 3 ഓപ്ഷനുകളാണ് ചാറ്റ് അസിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ ചാറ്റ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ലാംഗ്വേജിലുള്ള ടെക്സ്റ്റിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിലേക്ക് മാറ്റുവാൻ സാധിക്കും. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ യൂസ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിലെ സ്പെല്ലിങ്ങും ഗ്രാമർ എററും ഒക്കെ കറക്റ്റ് ചെയ്യുവാൻ സാധിക്കും. അടുത്തായിട്ട് റൈറ്റിംഗ് സ്റ്റൈല്, ഈ ഒരു AI ടൂൾ യൂസ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫോം, അത് പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത്, അതുപോലെ തന്നെ കാഷ്വൽ രീതിയിൽ എങ്ങനെയായിരിക്കും ഈ ടെക്സ്റ്റ് വരുന്നത്,
പിന്നെ നമുക്ക് ഇമോജിയൊക്കെ യൂസ് ചെയ്ത് ഉള്ള കുറച്ച് സജഷൻസ്, ഇങ്ങനെ കുറേ സജഷൻസ് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള സജഷൻസ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ AI ഫീച്ചേഴ്സിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫീച്ചറാണ്. അടുത്തതായി നോട്ട് അസിസ്റ്റ്. ചില സാംസങ് ഫോണുകളിൽ ഇതുപോലെ 2 നോട്ട്സിൻ്റെ ആപ്ലിക്കേഷൻ കാണും. ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് AI ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാൻ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. ഈ ഒരു നോട്ട് ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെയുള്ള ഈ AI സിമ്പലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ AIയുടെ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഓട്ടോ ഫോർമാറ്റ്, സമ്മറൈസ്, കറക്റ്റ് സ്പെല്ലിങ്, ട്രാൻസ്ലേറ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ കറക്റ്റ് സ്പെല്ലിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റിലുള്ള സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ സമ്മറൈസ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ AI നമ്മുടെ ഈ ടെക്സ്റ്റിനെ സമ്മറൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ ആഡ് ടു ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ ന്യൂ നോട്ടായിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഉള്ള ടെക്സ്റ്റ് നോട്ടിൽ തന്നെ നമുക്ക് അതിൽ എൻഡിലായിട്ട് ആഡ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഞാൻ സേവ് ചെയ്തത് പുതിയൊരു നോട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടോ ഫോർമാറ്റ് ഓപ്ഷൻ നോക്കാം. ഇവിടെ ഹെഡിങ് ആൻഡ് ബുള്ളറ്റ്സ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഈ ടെക്സ്റ്റിനെ ഹെഡിങ്ങും ബുള്ളറ്റും ഒക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ഫോർമാറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഈ ഓട്ടോ ഫോർമാറ്റ് സെക്ഷനിലുള്ള മീറ്റിംഗ് നോട്ട്സ് യൂസ് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നോട്ട്സിനെ ഒരു മീറ്റിംഗ് നോട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് ഒരു മീറ്റിംഗ് നോട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്സിനെല്ലാം ഓരോ കവർ ആഡ് ചെയ്യുവാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അതിനായിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മോറിൽ പ്രസ് ചെയ്ത് ജനറേറ്റ് കവേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് കവർ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഐക്കണോട് കൂടി തന്നെ കവേഴ്സ് വരുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതുപോലെ ഒരു ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിനെ മറ്റൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ സാധിക്കും. അതിനായിട്ട് ഈ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ലാംഗ്വേജുകളിലേക്ക് മാറ്റാനായിട്ട് ഇവിടുന്ന് ലാംഗ്വേജ് ആഡ് ചെയ്താൽ മതി. അതുപോലെ വോയിസ് റെക്കോർഡർ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വോയിസ് നമുക്ക് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. Have you heard about the latest advancements in processor? ഇതിൻ്റെ സമ്മറിയും നമുക്ക് ഈ ഓപ്ഷൻ വഴി ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഫോട്ടോ അസിസ്റ്റ്. നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഏതെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് AI ടൂൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ AI ടൂൾ ഉപയോഗിച്ച് നമ്മളത് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ റിമൂവ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഫില്ല് ചെയ്ത് വരും. ഇപ്പോൾ ഇവിടെ ഞാൻ റിമൂവ് ചെയ്ത് ജനറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം ഏതെങ്കിലും ഒബ്ജക്റ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് നമുക്ക് വേറൊരു ഇമേജ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റുകളെ റീസൈസ് ചെയ്യുവാനും അതുപോലെ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ജനറേറ്റ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി.
ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വരുന്ന ഇമേജിനെ നമുക്ക് വേറെ പുതിയൊരു ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഗാലറിയിലുള്ള വീഡിയോകൾക്കും ഫോട്ടോകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു AI ഫീച്ചറാണ് എഡിറ്റ് സജസ്റ്റ്. ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്കോ ഫോട്ടോയ്ക്കോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എഡിറ്റ് ഓപ്ഷൻസ് ഇവിടെ സജസ്റ്റ് ചെയ്ത് വരും. ഈ ഒരു 24 hours ടൈം ലാപ്സ് ഇപ്പം ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇമേജിനെ 24 hours ചേഞ്ചസ് വരുന്ന ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ആക്കി. ഇത് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ എടുത്താൽ ഇതിൻ്റെ എഡിറ്റ് സജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ വരുന്നുണ്ട്. എറേസ്, ഷാഡോസ്, 24 ടൈം ലാപ്സ്, പിന്നെ റീമാസ്റ്റർ ഓപ്ഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എഡിറ്റിംഗ് അവിടെ നടക്കുന്നതാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ കൂടുതലായി ട്രാവൽ ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇൻ്റർപ്രറ്റർ ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം മൈക്കിൻ്റെ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ടാർഗറ്റ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഈ മൈക്കിൽ പ്രസ് ചെയ്ത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഹലോ, ഹൗ ആർ യു? हेलो, आप कैसे हैं? ഐ ആം ഫൈൻ. मैं ठीक हूँ. ഇവിടെ ഈ ആഡ് ലാംഗ്വേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജുകൾ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഗാലക്സി AI യൂസ് ചെയ്ത് വാൾപേപ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ വാൾപേപ്പറിൻ്റെ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ് ഒരു സെക്ഷൻ കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ക്രിയേറ്റ് സംതിങ് ന്യൂവിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം ജനറേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ടുള്ള പലതരത്തിലുള്ള വാൾപേപ്പേഴ്സ് ഇവിടെ ജനറേറ്റ് ആയി വരും. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഹൈലൈറ്റഡ് ആയിട്ട് വരുന്ന ടെക്സ്റ്റുകളിൽ പ്രസ് ചെയ്തതിന് ശേഷം മറ്റു ഓപ്ഷനുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന വാൾപേപ്പറുകൾ നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിലോ ലോക്ക് സ്ക്രീനിലോ ഒക്കെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.